അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഈ റമദാനിൽ കേട്ട വളരെ സന്തോഷം നൽകിയൊരു വാർത്ത, അൽഹംദുലില്ലാ അങ്ങനെ തന്നെ പറയണം. ജപ്പാനിൽ ഒരു പോൺ താരമുണ്ടായിരുന്നു. ആ പോൺ താരത്തിൻ്റെ പേര് റായ്ലിൻ ബ്ലാക്ക് എന്നുള്ളതാണ്. 28 വയസ്സുള്ള അതിസുന്ദരിയായ ഒരു യുവതി. ആ യുവതി ഇതാ എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്തോഷകരമായൊരു വാർത്ത. കാരണം അവരുടെ ജീവിതം അത്രയും അഴുക്ക് പുരണ്ട, ശരീരം മുഴുവനും കാണിച്ച് പോൺ താരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ജപ്പാനിലെ ഏറ്റവും പ്രശസ്തയായ മുൻ പോൺ സ്റ്റാറായിരുന്നു അവർ. അങ്ങനെ കോടികൾ അവർ സമ്പാദിച്ചു. അവർക്ക് മനസ്സിലായി എത്ര കോടികൾ കിട്ടിയിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമില്ല. അങ്ങനെയാണ് അവർ 2024 കഴിഞ്ഞ വർഷമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ പല മതങ്ങളെക്കുറിച്ചും പഠിച്ചു. ഒടുവിൽ അവർ ചെന്നെത്തിയത് ഇസ്ലാമിലേക്കാണ്. കഴിഞ്ഞ വർഷം 2024 തായ്ലാൻഡിലെത്തിയപ്പോഴാണ് അവർ പരസ്യമായിട്ട് ഹിജാബും മതവേഷങ്ങളൊക്കെ ധരിച്ച് എനിക്ക് നിസ്കരിക്കണം, എനിക്ക് പള്ളിയിൽ പോകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണ് അവർ കോലാലംപൂരിൽ അവരുടെ തലസ്ഥാന നഗരിയിൽ ചെന്ന് പള്ളിയിലെത്തി അവരുടെ സുഹൃത്ത് മുഖേന പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. അൽഹംദുലില്ലാ. ഇന്ന് അവർ പറയുന്നു, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു ജീവിതം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. പഴയ എൻ്റെ ഫോട്ടോസുകളൊന്നും നിങ്ങൾ നോക്കേണ്ട, അതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ ശരീരം മുഴുവനും ഞാൻ കാണിച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത തമാടിത്തരങ്ങളില്ല, അശ്ലീലങ്ങളില്ല. കാരണം ഒരു പോൺ സ്റ്റാറാണ്. പക്ഷേ ഇന്നെനിക്ക് ഏറ്റവും വ്യക്തിത്വമുള്ള ഈ വേഷം, ഈ ഒരു വേഷവിധാനങ്ങൾ, ഈ ഒരു മതം എനിക്ക് നൽകുന്ന ഫ്രീഡം, എനിക്ക് നൽകുന്ന ഒരു കരുത്ത്, എനിക്ക് നൽകുന്ന ഒരു സപ്പോർട്ട്, പടച്ച റബ്ബേ, ഇത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ലോ, ഇതൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് ഈ മുൻ പോൺ താരം പറയുന്നു. Since the beginning of Ramadan, people has been commenting about me sinning before, and then people. നമ്മളൊരു പോൺ താരം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. റായ്ലിൻ ബ്ലാക്ക് എന്നാണ് അവരുടെ പേര്. അവരുടെ ശരിയായ ജപ്പാനീസ് പേര് കൈ അസാക്കുറ എന്നുള്ള. 28 വയസ്സാണ്. ലൈഫിൽ എല്ലാം നേടി. ഈ ഒരു വാർത്ത ഞാൻ മലയാള ചില മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ, മീഡിയ വണ്ണിൽ വന്നു, കേരള കൗമുദിയിലൊക്കെയാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. ഇതിൻ്റെ അടിയിലൊക്കെ ചില ആളുകൾ എന്തൊരു മതമാണ്, ഒരു പോൺ സ്റ്റാറൊക്കെ ഒടുവിൽ ചെന്നെത്തേണ്ട, എല്ലാ അഴുക്കുകളും ചെന്നെത്തുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഈ ഒരു കൾച്ചറിനെ പോലും അവമതിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടു. അത് പിന്നെ അവരെ കരച്ചിൽ, നമുക്കതിന് പരിഹാരങ്ങളൊന്നുമില്ല. ഈ ലോകത്ത് ഏറ്റവും അധികം വ്യാപിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മറുനാടൻ മലയാളി ഒരു വാർത്ത കണ്ടു. മറുനാടൻ മലയാളിയാണ്, എപ്പോഴൊക്കെ ഇസ്ലാമിനെ കൊട്ടാനുണ്ടോ അതൊക്കെ യൂസ് ചെയ്യുന്നൊരു മാധ്യമമാണ്. അതിൽ പറയുന്നത് മറ്റേ അമേരിക്കയിലെ ജയിലുകളിലെ തടവുകാരിൽ നല്ലൊരു വിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെന്നാണ്. എന്താണ് അത്ര കാരണം? ഒരു റിസർച്ച് നടത്തിയതാണ്. ആ പഠനത്തിൽ പറയുന്നത് ഏറ്റവും അധികം മാനസിക സന്തോഷം ലഭിക്കുന്ന ഒരു മതം, മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു മതം വിശുദ്ധ ഇസ്ലാമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കുറേ ആരിഫ് ഹുസൈന്മാരും ജാമിദ ടീച്ചർമാരും കുറേ ജബ്ബാർ മാഷുമാരെ പോലെയുള്ള തലതിരിഞ്ഞ കുറേ ആളുകളുണ്ട്. എപ്പോഴൊക്കെ ഇസ്ലാമിനെ കളിയാക്കാനും ഇസ്ലാമിനെ പരിഹസിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചിങ്ങനെ കണ്ടുപിടിച്ച് സൂക്ഷ്മദർശിനെ വെച്ച് നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ കണ്ടുപഠിക്കുക. ഇതുപോലെയുള്ള സ്റ്റാറുകളൊക്കെ കാണുന്ന കൾച്ചർ എന്താണെന്നറിയോ? ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു തനതായ കൾച്ചർ ഇസ്ലാമിൻ്റെ ദൈവികമായ സങ്കല്പമാണ്. അതായത് അള്ളാഹു എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, നമ്മുടെ അള്ളാഹു ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ ഒരു പക്ഷിയിൽ നിന്ന് അതിൻ്റെ തുവാലകൾ മുഴുവനും അഴിച്ചിടുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്നു എന്നുള്ളത്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഉദാരനാണ്, റഹ്മാനാണ്, റഹീമാണ്. അതേപോലെ സ്ത്രീകൾക്ക് ഏറ്റവും മാന്യമായ പരിഗണന കൊടുത്ത ലോകത്തെ ഒരു മതം അത് ഇസ്ലാമാണ്. പക്ഷേ ഇന്നത്തെ മുസ്ലിങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നമുക്കില്ല എന്നൊക്കെ പറയേണ്ടി വരും. മഹാഭൂരിപക്ഷം അവർ തോന്നിയതുപോലെ നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ റിയൽ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ വേഷവിധാനങ്ങളിലും പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ളൊരു മതം വേറെ ഏതാ ഉള്ളത്? ഇത് തന്നെയാണ് ഈ പോൺ സ്റ്റാർ നോക്കിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരം കാണിച്ച് മോഡലായി ബിക്കിനി ധരിച്ച്, ബിക്കിനി പോലും ധരിക്കാതെ ഒന്നും കൂടാതെ കടപ്പുറങ്ങളോടി നിരവധി ആണുങ്ങളുമായിട്ട് ഭോഗിച്ച് നടന്നിരുന്ന ഈ പെണ്ണിന് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടി. ഇനിയിപ്പോൾ ചില ആളുകൾ വയത് പറയുകയാണ്, സ്വർഗത്തിൽ പോയാൽ ഇതൊക്കെയാണ് കിട്ടുക, അവിടെ നല്ല പെണ്ണിനെ കിട്ടും, നല്ല കള്ളിനെ കിട്ടും. ഇങ്ങനത്തെ പ്രസംഗങ്ങളാണ് ഇസ്ലാമിനെ അവമതിക്കുന്നത്. ഇതൊന്നും അല്ല സ്വർഗം. ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ ദുനിയാവിലെ കാര്യങ്ങളാണ്.
ഇതൊക്കെ പ്രസംഗിച്ചിട്ട് സ്വയം വഷളാകുന്ന ആളുകളുണ്ട്. ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ തനതായ കൾച്ചർ നോക്കിയിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പ്രസംഗം കേട്ടാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോകും. കാരണം ഇതിപ്പോൾ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകണം, അവിടെ പോയാൽ അപ്പിയിടില്ല, അവിടെ അങ്ങനെ ഇല്ലെങ്കിൽ. ഇവർ സ്വർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്താണ്, സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പല ആളുകളുടെയും മതപ്രബോധകരുടെയും പ്രസംഗം കേട്ടാൽ സ്വർഗ്ഗം ഒരു എന്താ പറയുക, ഒരു വേശ്യാലയമാണ് എന്നൊക്കെ കരുതി പോകും. അങ്ങനെ കുറേ പെണ്ണുങ്ങളും കുറേ കള്ളും മദിരാശിയും മദ്യവും അടങ്ങുന്ന ഒരു പ്രദേശമാക്കിയിട്ടാണ് പലരും ഈ ഇസ്ലാമിലെ സ്വർഗ്ഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവരെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, ഇങ്ങനെ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ റമദാനിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇവരെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഇവർ വെറുതെ ഒരു ആവേശത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിനോ മതം മാറിയതല്ല. ഇവർ വർഷങ്ങളായിട്ട് ഇത്രയും ലൈഫൊക്കെ ഇവർക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ലൈഫിൽ എങ്ങനെയൊക്കെയോ പോൺ സ്റ്റാർ ആയതാണ്, നല്ല നിലക്കൊരു മോഡലായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അത്ര ഇവർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. പക്ഷേ ഇവർക്ക് ഒടുവിൽ കിട്ടിയത് ഇപ്പം നമ്മുടെ നാട്ടിലെ സിനിമയിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ്. അതുപോലെ പോൺ മേഖല അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു അശ്ലീല വീഡിയോകൾ വലിയൊരു മേഖലയാണ്. അതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടുത്തെ പോൺ സ്റ്റാറാണ് ഈ ഒരു റൈലിൽ ബ്ലാക്ക് എന്ന് പേരുള്ള ഈ സുന്ദരിയായ പെണ്ണ്. പക്ഷേ പിന്നീട് തോന്നി ഇതൊന്നുമല്ല, ഇങ്ങനെ കുറേ സമ്പാദിച്ച് കുറേ കാശുണ്ടാക്കി ഇതൊന്നുമല്ല ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത്, ഇതൊന്നുമല്ല മനസ്സമാധാനം കിട്ടുക എന്നുള്ളത്. ആ മനസ്സമാധാനം എന്നുള്ളത് എവിടേക്ക് എത്തേണ്ടത്, അത് കൃത്യമായ വഴിയിലൂടെ എത്തി. അൽഹംദുലില്ലാ, ഇതുപോലെ ഇനി എത്ര ആളുകൾ വരാനുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തപ്പോൾ ഇസ്ലാമിലേക്ക് വന്നത് ഇത്ര വലിയ പറയാനുണ്ട്. തീർച്ചയായിട്ടും പറയാനുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ ഏറ്റവും അഴുക്ക് പുരണ്ട ഒരു 100 പേരെ കൊന്നൊരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാലും അൽഹംദുലില്ലാ പറയും. കാരണം അള്ളാഹു അങ്ങനെയാണ്, ഏതൊരു മനുഷ്യൻ്റെ പാപങ്ങളും പുറത്തു കൊടുക്കും. പലർക്കും ഇപ്പോൾ ഇതൊരു അരോചകം ഉണ്ടാവും. എന്നാലും മോള് കുറേ ആയിട്ടുണ്ടാക്കിയിട്ടല്ലേ ആയിക്കോട്ടെ. മുഴുവൻ പേരെയും കൊന്നതിന് തുല്യമായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായിട്ട് വധിച്ച വഹ്ഷി ഒരു കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ആ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പഠിപ്പിച്ച ഒരാളാണ് ഹബീബായ നബി. അതോടൊപ്പം ഹിന്ദ് ആ കരൾ പരിച്ചെടുത്ത് ചവച്ച ഒരാളാണ്, അതിനെ സ്വീകരിച്ചു ഹബീബായ നബി. അപ്പോൾ ഇങ്ങനെ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, ഇങ്ങനെ എത്ര കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കാലത്ത് ശത്രുതാ മനോഭാവത്തോടെ നിന്നിരുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അവരെ സ്വീകരിച്ചൊരു പാരമ്പര്യമുള്ള ഒരു മതമാണ് ഇസ്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും അഴുക്ക് പുരണ്ടൊരു ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷകരമായൊരു കാര്യം കിട്ടണോ, ഇസ്ലാം വളരെ സന്തോഷകരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ജീവിത രീതി എന്നുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വേഷവിധാനം മാത്രമല്ല. നമ്മുടെ നാട്ടിലെ പല പെണ്ണുങ്ങൾക്ക് മോഡലാവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഷോളൊക്കെ ഇടാതെ ഡ്രസ്സ് ഇടുക, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പോസീവ് ആവുക, എന്തെങ്കിലും എന്തോ കിട്ടി എന്നുള്ളതാണ്. ആൾക്കാരെ കുറേ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ കുത്തി വലിക്കുന്നല്ലാതെ വേറൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മനസ്സമാധാനം കിട്ടുന്നൊരു സമയത്ത് നല്ല പ്രായത്തിൽ തന്നെ ഈ ഒരു കായ് അസാക്കുറ എന്ന് പേരുള്ള ജപ്പാനീസ് ഭാഷയുള്ള പേരങ്ങനെയാണ് അവരുടെ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ എല്ലാ പള്ളികളിലും അവർ ചൊല്ലുകയാണ്. ഭയങ്കര സ്വീകരണം. അലാലംപൂരിലാണ് ഇപ്പോൾ ഒരു തൽക്കാലം താമസിക്കുന്നത്. ഇവരിനി ജപ്പാനിലേക്ക് മടങ്ങാൻ പോകാൻ തൻ്റെ മതത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു വിഷയം ഇവർ ഇത്തരത്തിലുള്ള ഒരാൾ, ഈ റൈലിൽ ബ്ലാക്ക് എന്ന് പേരുള്ള 28 വയസ്സുള്ള ഈ മുൻ പോൺ സ്റ്റാർ ഇസ്ലാം മതം സ്വീകരിച്ചൊരു വാർത്ത നിങ്ങളിതിന് മുൻപ് കേട്ട, അതായത് ഇന്നലെ എന്നൊക്കെ ആയിട്ട് വേറെ ഏതെങ്കിലും ചാനലിൽ നിന്നോ മറ്റു വാർത്തകളിൽ നിന്നോ അറിഞ്ഞ ആളുകളും താഴെ കമൻറ്റ് ചെയ്യണം. അതല്ല ഇതിൽ നിന്നാണ് ആദ്യം അറിയുന്നതെങ്കിൽ ഒരു അൽഹംദുലില്ലാ, സന്തോഷം, ഒരാൾക്കൊരു നല്ല കാര്യം അറിയിക്കാൻ നമ്മൾ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ ഇവർ കണ്ട ഏറ്റവും വലിയൊരു മൂല്യം സ്ത്രീകൾക്ക് വളരെ പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെ സുരക്ഷിതമാക്കി കാണുന്നതാണ്. ഇപ്പോൾ എല്ലാവരെയും കാണിച്ച ശരീരം ഇന്ന് ഒരു പർദ്ദ കൊണ്ട് മൂടി വളരെ അഭിമാനത്തോടു കൂടി വീഡിയോയിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പെൺകുട്ടികൾ കണ്ടു പഠിക്കട്ടെ. ഇത്തരം ലേഖനകളിലൂടെ കടന്നു വന്ന ഒരാൾ പോലും ഇന്ന് മനസ്സിലാക്കുന്നത് ഇസ്ലാമാണ്, ഇസ്ലാം ഇസ് എ റൈറ്റ്, അതാണ് ശരി, ഇസ്ലാം ഇസ് എ പീസ്, ഇസ്ലാം ഒരു സമാധാനമാണ്, റെസ്പെക്റ്റാണ് എന്നുള്ള തിരിച്ചറിയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ഇനിയും ഈ റമദാനിൽ നമ്മൾ ഇതുപോലെ അത്ഭുതങ്ങൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ഇസ്ലാമിൻ്റെ ഇസ്സത്തോടുകൂടി ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ, നമുക്കും അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.